പ്രത്യേകിച്ച് പിണറായി വിജയനെതിരെ ശക്തമായ സ്വരങ്ങൾ ഉയർത്തുന്ന ഒരു നേതാവാണ് ബിന്ദു ചന്ദ്രൻ. അതിനെതിരെയുള്ള ഒരു പ്രതികാരമാണ് പോലീസ് ഇന്ന് ബിന്ദുവിനോട്. DGPക്ക് വരെ ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. രാജ്യസഭാ MP ആയ മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് എന്ന നിലയിൽ ബിന്ദു നേരിടേണ്ടി വന്ന സൈബർ അതിക്രമങ്ങൾക്കെതിരെ പരാതി നൽകിയിട്ട് ഇതുവരെ അവരൊന്നും ചെയ്തില്ല. ഇതൊന്നും ആർക്കും അല്ലാത്ത ഇത് നോക്ക്, വീർത്തിരിക്കുന്ന നോക്ക്, ലാത്തി കൊണ്ട് ബാരിക്കേടെ കയറുന്നത് പിന്നെ കാലെ പിടിച്ച് വലിച്ച് ലാത്തി കൊണ്ട് അടിക്കുകയാണ് ചെയ്തത്. ഇത്തരത്തിൽ ലാത്തി വീശിക്കൊണ്ടൊക്കെ സമരങ്ങൾ ഒതുക്കാമെന്ന് അവർ കരുതുന്നുണ്ടെങ്കിൽ പിണറായി വിജയന്റെ പോലീസിനോട് തന്നെ പറയുകയാണ്, ഞങ്ങൾ കൂടുതൽ ശക്തിയോടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കും. ബിന്ദുവിനെ ആശുപത്രി കൊണ്ടുപോകണം. ബിന്ദു ചന്ദ്രൻ എന്ന കോൺഗ്രസ് പ്രവർത്തകയ്ക്കാണ് പരിക്കേറ്റത്. അവരെ ആശുപത്രിയിൽ കൊണ്ടുപോകണമെന്നാണ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത്. പരിക്കേറ്റ പ്രവർത്തകയെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയാണ്. ആംബുലൻസ് എത്തി നെറ്റിയിലാണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിലെ സംഘർഷഭരിതമായ സാഹചര്യമാണ് കണ്ടത്. മഹിളാ കോൺഗ്രസിന്റെ പ്രവർത്തകരാണ് ശക്തമായ പ്രതിഷേധവുമായി വന്നത്. ബാരിക്കേഡുകൾ മറികടക്കാൻ ശ്രമിച്ചു. ബാരിക്കേഡിന് മുകളിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചു. സ്വാഭാവികമായിട്ട് പോലീസ് ഉപയോഗിച്ച് ഉപയോഗിച്ചു. ചില പ്രവർത്തകർ നിലത്ത് വീണു. അതിന് പിന്നാലെ പോലീസുമായി വാക്കുതർക്കമായി. പോലീസ് മനഃപൂർവ്വം ബിന്ദു ചന്ദ്രൻ എന്ന പ്രവർത്തകയെ മർദ്ദിച്ചു എന്ന നിലയ്ക്കാണ് JP മേത്ര അടക്കമുള്ളവർ ആരോപണം ഉന്നയിച്ചത്. ഒരു പോലീസ് ഉദ്യോഗസ്ഥരുടെ പേരുകൂടി പറഞ്ഞാണ് അവർ മുദ്രാവാക്യം വിളിച്ചത്. എന്തായാലും നിലവിൽ സമാധാന അന്തരീക്ഷത്തിലേക്ക് പതുക്കെ മടങ്ങി വരുന്നുവെന്നാണ്. കേരളത്തിലെ തിരുവനന്തപുരത്ത് മാത്രമല്ല, കേരളത്തിലുടനീളം പലയിടങ്ങളിലും യൂത്ത് കോൺഗ്രസ്, BJP, യുവമോർച്ച സംഘടനകളുടെ ഒക്കെ നേതൃത്വത്തിൽ ആരോഗ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധ സമരങ്ങൾ തുടരുകയാണ്.